ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെ നേടാം എന്നുള്ള നമ്മുടെ വീഡിയോ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിന് മുമ്പത്തെ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ മാറ്റണം, നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ എങ്ങനെ കൊണ്ടുവരണം, മൈൻഡ് ബോഡി ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ആളുകളും നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് പിന്നെയും ഡൗട്ടായിട്ട് കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് ഈ വീഡിയോ സീരീസ് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്കിനെ കുറിച്ചാണ്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, നിങ്ങളുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, നിങ്ങളെ ഫോൺ മാറ്റിവെക്കാൻ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ ചെയ്തെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഒരുപാട് സമയം പഠിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് മണിക്കൂറുകൾ പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ച ഒന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന വരില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എഫേർട്ട് ഇല്ല എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിനാണ് പ്രശ്നം. നിങ്ങൾ എഫേർട്ട് ഇട്ടും അതിന് റിസൾട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിൽ ഒരു തെറ്റുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ മെത്തേഡുകൾ വേണം. ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്ന, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് വെച്ചാൽ അത് നിങ്ങൾ എടുത്തോളുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡീസിൽ അത് ആപ്ലിക്കബിൾ ആക്കി നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിലെ വ്യത്യാസം മനസ്സിലാവുക. ഒരുപാട് PSC ആസ്പിറൻസ് ഒരു ദിവസം 7-8 മണിക്കൂറൊക്കെ പഠിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഠിക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അവരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോവുക ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക? അവർ വളരെ ഹാർഡ് വർക്കിംഗ് അല്ലേ, വളരെ ഹാർഡായിട്ട് അവർ പഠിക്കുകയും ചെയ്തു. പക്ഷേ അവർ സ്മാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ കുറേ പഠിക്കുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ എത്ര ശതമാനം നിങ്ങൾ ഓർത്തിരിക്കുന്നു, അതെങ്ങനെ ഓർത്തിരിക്കുന്നതിൻ്റെ അളവ് കൂട്ടാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീകോൾ ചെയ്യുക എന്നുള്ളതാണ്. ആക്റ്റീവ് റീകോൾ. അതായത് നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ഓർത്തിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയണമല്ലോ. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതിനുശേഷം ആ ബുക്ക് അങ്ങ് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ പഠിക്കുന്നത് അതങ്ങ് മാറ്റി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ഒരു കാര്യം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ നിങ്ങളോട് തന്നെ അത് പറയുക. ഒന്നുകിൽ നിങ്ങളത് എഴുതി നോക്കുക, അല്ലെങ്കിൽ പറയുക. പറയുമ്പോൾ മനസ്സിലല്ല പറയേണ്ടത്, ഒച്ചത്തിൽ തന്നെ പറയുക. നിങ്ങൾ റീകോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി പറയാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. അത് എപ്പോൾ വരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അതുവരേക്കും നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പേസ്ഡ് റെപ്പറ്റീഷനാണ്. നമ്മുടെ ബ്രെയിനിന് മറക്കാനാണ് കുറച്ചുകൂടെ എളുപ്പം. അതായത് നിങ്ങൾ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാൻ വളരെയധികം എളുപ്പമാണ്. നിങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ പഠിച്ചു പോയിട്ട് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നത് പോലെ അതൊന്നുകൂടി പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ ഗുണം. സോ നിങ്ങളുടെ ആ റിവിഷൻ പാറ്റേണിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ഗ്യാപ്പുകളിട്ട് റിപ്പീറ്റ് ചെയ്യുക. പറഞ്ഞുതരാം. ഡേ 1 നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡേ 2 ഉറപ്പായിട്ടും റിവൈസ് ചെയ്തിരിക്കണം. പിന്നീട് അത് ഡേ 5 റിവൈസ് ചെയ്യാം. പിന്നീട് അത് ഡേ 10 റിവൈസ് ചെയ്യാം. അതായത് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുന്നു. പിന്നെ 3 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒന്നുകൂടി ഓർത്തെടുക്കുന്നു. പിന്നെ അത് ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടി ഓർത്തിരിക്കുന്നു. വീണ്ടും അത് 21 ദിവസത്തിന് ശേഷം ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഞാനിത് പ്രാക്ടിക്കലി യൂസ് ചെയ്തിട്ടുമുണ്ട്. ഞാനിങ്ങനെ തന്നെയാണ് റെപ്പിറ്റേഷൻ ചെയ്യാറുള്ളത്. പിന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നൈറ്റിൽ നിങ്ങൾ റിവിഷൻ എടുക്കുകയാണെങ്കിൽ, രാത്രി നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ആ ഒരു കാര്യം നമുക്ക് കിട്ടും. നമുക്ക് കുറേ കാലം അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. അത് എല്ലാവരും ഇപ്പോൾ പഠിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യാറുണ്ടായിരിക്കും. പക്ഷേ PSCക്ക് ചില പാറ്റേൺസ് കാണും. അതായത് PSC ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ, പക്ഷേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് സോൾവ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഒരാഴ്ച സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കാണും. ആ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരേ ടോപ്പിക്കുകൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഏരിയ ആയിരിക്കും കവർ ചെയ്യുക.
ഓക്കെ. മൂന്നാമത്തെ കാര്യം, ആ ഏരിയ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ട് ഒരു PSC എക്സാം എഴുതാൻ പറ്റില്ല. പക്ഷേ കാര്യഗൗരവമുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മുഴുവൻ ടോപ്പിക്കും പഠിച്ച് എല്ലാം പാസ്സായതിനു ശേഷം എക്സാം എഴുതി ക്രാക്ക് ചെയ്യാമെന്നുള്ളത് സ്വപ്നം മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം പറയാനുള്ളത് 80-20 പ്രിൻസിപ്പിളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് 80% ക്വസ്റ്റ്യൻസും വരുന്നത് 20% ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് എവിടെയാണോ കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക ആദ്യം. അതിന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾക്ക് സമയം കൂടുതൽ കൊടുത്ത് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുക. ഓക്കെ. അപ്പോൾ സ്മാർട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്കുകളും ഈക്വൽ ടൈം കൊടുത്തല്ല പഠിക്കുന്നത്. അവർ എപ്പോഴും ഒരു സ്ട്രാറ്റജി വെച്ചായിരിക്കും പഠിക്കുന്നത്. കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ, കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ അവർ കൂടുതൽ കവർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ട്രോങ് പോയിന്റ് കാണും. അതായത് ഒരു സ്ട്രോങ് ടോപ്പിക് എപ്പോഴും കാണും. നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സ് ആയിരിക്കാം, റീസണിങ് ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, സയൻസ് ആയിരിക്കാം, ഹിസ്റ്ററി ആയിരിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. നിങ്ങൾക്കൊരു സ്മാർട്ട് ഏരിയ കാണും. ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിസ്സാവാതെ നിങ്ങൾ സൂക്ഷിക്കുക. അതായത് നിങ്ങൾക്കത് അറിയാം എന്ന് വിചാരിച്ച് അത് ഇനി പഠിക്കേണ്ട, എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചിരിക്കരുത്. ബേസിക്സ് തൊട്ട് നോക്കണം. കാരണം ചിലപ്പോൾ ബേസിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും ഈ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വിട്ടുപോകുന്നത്. ഇനി അഞ്ചാമത് പറയാനുള്ള കാര്യം ഇൻ്റർ ലിവിങ് മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുകയാണെന്ന് വിചാരിക്കുക സപ്പോസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 5 മണിക്കൂറും ഒരേ സബ്ജക്റ്റിലേക്ക് പഠിക്കാൻ നിൽക്കരുത്. ചില ആൾക്കാർ ടൈം ടേബിൾ എഴുതും. ഇന്ന് മാത്സ്, നാളെ ഇംഗ്ലീഷ്, മറ്റന്നാൾ മലയാളം, അതിൻ്റെ അടുത്ത ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ അടുത്ത ദിവസം ഹിസ്റ്ററി, ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. സോ നിങ്ങൾ ഒരേ ടോപ്പിക്കുകൾ കണ്ടിന്യൂസ്ലി പഠിക്കുമ്പം നിങ്ങളുടെ ബ്രെയിനിന് അത് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ പാടാണ്. അതിന് പകരം നിങ്ങൾക്ക് 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾക്ക് പോളിറ്റി പഠിക്കാം, അടുത്ത 1 മണിക്കൂർ നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാം, അടുത്ത 1 മണിക്കൂർ നിങ്ങൾക്ക് സയൻസ് പഠിക്കാം, അടുത്ത 1 മണിക്കൂർ നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. മനസ്സിലായി? അങ്ങനെ മിക്സഡ് അപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാകുകയും നിങ്ങളുടെ ബോറടി ഒഴിവാക്കാൻ നല്ലതും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും പഠിക്കാനായിട്ട്. ഇനി ആറാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നു, അതുപോലെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊരു ഗെയിം ചേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം വളരെയധികം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ടെസ്റ്റ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് മാത്രം പോരാ. നിങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം എല്ലാ കാര്യങ്ങളും. അതായത് നിങ്ങൾ ഓരോ പരീക്ഷ എഴുതിയതിന് ശേഷവും ഓരോ മോക്ക് ടെസ്റ്റിന് ശേഷവും നിങ്ങളുടെ മിസ്റ്റേക്കുകളെ അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് മിസ്റ്റേക്ക് എവിടെയാണ് പറ്റിയത്, എന്തുകൊണ്ടത് തെറ്റി, ആ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഓർമ്മ. നിങ്ങളൊന്നെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ പഠിച്ചിട്ടില്ല ആ ടോപ്പിക് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ രീതി തെറ്റായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എടുത്തു ചാടി ആൻസർ തെറ്റിപ്പോയതായിരിക്കും. ഓക്കെ. സോ എന്തായാലും ആ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണോ അത് എഴുതി വെക്കുക, നിങ്ങളുടെ വീക്ക് ഏരിയാസ്, എന്നിട്ട് അതിൽ കൂടുതൽ ടൈം കൊടുക്കുക. ഓക്കെ. എപ്പോഴും നിങ്ങളുടെ മിസ്റ്റേക്സ് ആണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും കൂടെ വേണം. വെറുതെ മിസ്റ്റേക്ക് വരുത്തി പോയാൽ പോരാ, അതിൽ നിന്ന് പഠിക്കുക. ഇനി ഏഴാമത്തെ കാര്യം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇവിടെ വരെ എത്തിയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുക, ഞാൻ എൻ്റെ സ്റ്റഡി മെത്തേഡിൽ ഒരു 95% സ്പെൻഡ് ചെയ്തതും പഠിച്ചതും ഇങ്ങനെയാണ്. ഫെയ്മാൻ ടെക്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ടോപ്പിക്കിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം. അതായത് സപ്പോസ് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു കുട്ടിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരാളെ അത് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു, നിങ്ങളത് ഓൺ ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ടോപ്പിക്ക്. എൻ്റെ സ്റ്റഡി റുട്ടീൻസിൽ ഞാൻ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്, അവർക്ക് അറിയാൻ വയ്യാത്ത ടോപ്പിക്കുകൾ, അതായത് ഞാൻ റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം അത് അറിയുന്ന ആളുകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ യാതൊരു മടിയില്ലായിരുന്നു. ബിക്കോസ് എത്രത്തോളം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം എൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ആ ടോപ്പിക്ക് ഈവൻ റിവൈസ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഓർത്തിരിക്കാറുണ്ടായിരുന്നു. സോ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ലെങ്കിലും ഞാൻ ഒരു ഇമാജിനറി ആയിട്ടുള്ള വ്യക്തിക്ക് പഠിപ്പിച്ചങ്ങ് കൊടുക്കും. ഇപ്പോൾ ഒരുപാട് ആസ്പിറൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജോലിയൊക്കെ അവരുടെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പാസീവായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്.
വീണ്ടും 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 ഇങ്ങനെ വായിക്കുന്നു. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അവർക്കുണ്ടാകുന്നില്ല. ഒരിക്കലും അവരിൽ ഒരാളായി മാറരുത്. 2026 നിങ്ങളുടെ PSC സ്വപ്നം അത് നടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെറുതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾക്കല്ല റാങ്ക് കിട്ടുന്നത്. പക്ഷേ 2026 റാങ്ക് ലിസ്റ്റുകളിൽ വരാൻ പോകുന്ന ആളുകളെന്ന് പറയുന്നത് കുറച്ച് സ്മാർട്ട് സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കുന്ന ആൾക്കാരോടെ ആയിരിക്കും. അവരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.